ഇന്നൊരു സ്റ്റേക്കേഷന് പോവാണ് കേട്ടോ. ഞാനും ജസ്റ്റ് നെയ്തും പിന്നെ എൻ്റെ കൊച്ചും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റേക്കേഷൻ. പൂമലയിലെ ദി ഹൈറ്റ്സ് റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. കൊച്ചിനെന്തി കൊച്ചിനെ പിടിക്കണം. നമ്മളവിടെ അങ്ങനെ എത്തി ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ പൂമല ഹൈറ്റ്സിൽ എത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ട്. കുറേ റീൽസ് എടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ സാരി കേട്ടാ വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്നു. അയ്യോ മറ്റാള് എന്ത് ശരത്ത് അല്ല ഷൈനി. ഇതെല്ലാം ക്ലാരിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ ലൈറ്റിങ്ങുള്ള കാരണം തോന്നുന്നു. ഒരാളുണ്ട് എടി നമ്മളിപ്പോ ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എത്തി. നമ്മളിപ്പോ നമ്മുടെ കഥാനായികനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം എന്ന് പറഞ്ഞ ആളിനാണ് നമ്മളിപ്പോ അവളിപ്പോ ഇറങ്ങിയിട്ടുള്ളൂ ചോറിട്ട്. അപ്പോ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് വ്യൂ ഒക്കെ ഒന്ന് കാണാം. നമുക്ക് അറ്റത്ത് പറയാല്ലേ. നമുക്ക് ചോയ്സ് തന്നിരിക്കുകയാണ് സെലക്ട്. അതെ. അപ്പോൾ ഞങ്ങൾ അതാണ് എടുക്കാമെന്ന് വിചാരിച്ചേക്കണം. ഞങ്ങൾ ലഗേജുകളൊന്നും എടുത്തിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നില്ലേ. ആ മേലൊരു റൂമുണ്ട്. അതെ അപ്പോൾ ആയിരിക്കും നല്ലതല്ലേ. പ്രൈവറ്റ്. ഓ അലമ്പായില്ലേ. തിരിച്ചെടുക്ക് വീഡിയോ ഫ്ലാഷാണ്. തിരിച്ചെടുക്കാൻ തട്ടോ ആ തട്ടി. ഇവിടെ നല്ല ഈസി. ആ നോക്കിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ഇത് കൂടി ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി. ഓ അടിപൊളി. ലൈറ്റ് ഒന്നും എവിടെയൊന്നുമില്ല. എന്താണ് ചെക്ക് ഇൻ ചെയ്യാനുള്ള പ്രോസസ് നോക്കണം. റൂം എടിയാ. ആ ഓക്കെ അടിപൊളി. ആ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കല്ലേ. അതന്നെ അതന്നെ. ഈവനിങ് ഒക്കെ അടിപൊളി. എ സി ഇട്ടുണ്ടാ. നന്നായിണ്ടല്ലേ ഇത്. പക്ഷെ നമ്മൾ 4 പേരായിട്ട് എങ്ങനെ കിടക്കുന്നതാണ് ഇനി. കുറച്ചു നേരം താഴെ വർത്താൻ പറഞ്ഞിട്ട് ഇത് ബോറടിക്കുന്നതല്ലേ. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്കൊന്നും വെക്കാനില്ല. ലോക്കൊന്നും
പിന്നെ എക്സ്ട്രാ വരണുണ്ടല്ലേ. എങ്ങനെയുണ്ടെന്ന് ഇത് സ്ഥലം? അടിപൊളി സ്ഥലം. ഇത്രയും അടുത്ത് അതന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം അറിയില്ല. താങ്ക് യു സോ മച്ച് ഫോർ മൈ ഹൈ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും, ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് തരണം. ഞങ്ങൾ ചിരിക്കുകയാണ്. ഞങ്ങളെന്നെ മിസ് ചെയ്യോ മൊത്തം? ചിട്ടുക ചിട്ടുക അച്ചു. അങ്ങനെ നമ്മളൊരു തൊരടിപ്പിടിനെ വെയിറ്റ് ചെയ്ത് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സമയം ഇപ്പോൾ 3:12. ഇതുവരെയായിട്ടും വന്നിട്ടില്ല ആളുകൾ. നമ്മൾ നല്ല വെയിലാണ്. വൺ എക്സൈറ്റ്മെന്റ് കൊണ്ട് ആ വെയിലൊന്നും നമുക്കൊന്നല്ല. എനിക്ക് ജലദോഷം പിടിച്ചു എന്നിട്ടും വന്നു. എന്നിട്ടും അവൾക്ക് വരാൻ പറ്റില്ല. മെയ് വന്ന 1 വർഷമാണ്. മാസനാണെങ്കിൽ പോയിട്ടില്ല. അവള് വന്നിട്ട് ഒന്ന് പോവാന്ന് വെച്ചിട്ടാണ്. അതെയോ? ഏത് ലാവണ്ടർ? ഏതാ കളറ്? ഇത് ലാവണ്ടറല്ലേ? നല്ല രസമുണ്ട് ഇവിടെ. രാവിലെ സൺറൈസ് കാണണം. ജസ്റ്റ് നമ്മളതിനെ ആ കാര്യത്തിലൊക്കെ എഴുന്നേൽപ്പിക്കും. ഞങ്ങളതിനെ പണ്ട് മുതൽ തന്നെ ഞങ്ങളുടെ രണ്ടാളുടെ അമ്മയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മള് ടൂറിനൊക്കെ പോകുമ്പോ ആദ്യം ഞാൻ ഛർദ്ദിക്കും. എനിക്ക് കവറായിട്ട് വരുന്നത് അവളാവും. അത് പിന്നാലെ നീതുണ്ടാവും. ആ വരുന്നുണ്ട് തോന്നണു. നമ്മുടെ ജിസ്മ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. ഇത് ജിസ്മയുടെ ഹസ്ബൻഡാണ് അമ്മൽ. ആള് ദുബായിലാണ്. ബാക്കി ജിസ്മ പറയുന്നതായിരിക്കും. കുടുംബ പ്രാരാബ്ധം എന്താ ചെയ്യാ? ഒരു കുട്ടിയായി ഞാൻ വന്നു കിട്ടുക. എന്താ രണ്ടൊന്നും വേണ്ട, 4, 5 ആയിക്കോട്ടെ. അതെ അതെ അതെ. 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വരാം ഫാമിലി. നിങ്ങളുടെ ഹണിമൂണാണ്. നിങ്ങളുടെ സേവ് ദ ഡേറ്റ് ഞാൻ എടുക്കും. നിങ്ങളുടെ സേവ് ദ ഡേറ്റ് ഞാനൊന്ന് എടുക്കാം. സെറ്റ് വിളി കയറി ചെരുപ്പ് കുഴപ്പമില്ല. അതെ, ഞങ്ങളതിനൂടെ സേഫ് ആക്കിയിട്ട് ചേട്ടന്മാർ പോവുകയാണ്. സിംഗിൾ പേഴ്സൺ. പിന്നെ പേപ്പർ ടാറ്റ. ബൈക്ക് മിക്കാൻ നോക്കണതപ്പോ. കുഞ്ഞുമോനെ അമ്മേനെ നോക്കിക്കോളൂ. ടാറ്റാ. പറയാൻ ആരില്ല. അയ്യോ അമ്മയെ വിളിച്ചില്ല. എൻ്റെ അമ്മയെ വിളിക്കുന്നു. ഞാൻ എൻ്റെ അമ്മയെ വിളിക്കട്ടെ. എനിക്ക് അമ്മയുണ്ട് വിളിക്കാൻ. എനിക്ക് അമ്മയുണ്ട് കഴിക്കാൻ. എനിക്ക് അമ്മയുണ്ട് കഴിക്കാൻ. ജിസ്മയുടെ ചെക്കൻ ദുബായിൽ നിന്ന് വന്ന കാരണം ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടും.
എല്ലാ എന്നാലും നമുക്ക് ഇഷ്ടം ഇവിടെ കിട്ടുന്ന സാധനം. എന്റെ പൊന്നാ. ഹലോ, ഒരു മിനിറ്റ്. ഇല്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ സൺസെറ്റ് കാണാൻ പോവാണ്. ഞാടാ ഞാൻ കുട്ടീനെ പിടിച്ചോണ്ട് ഇതൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കട്ടിയെ വെച്ച് സൺസെറ്റ് കാണാൻ പോവാണ് ഗായ്സ്. കൊച്ചിനും പട്ടിനും ചട്ടിനും. ഞങ്ങൾ റെഡിയായി ഗൈസ്. ഡ്രസ്സൊന്നും വേണ്ട. സീറ്റായി കൊച്ചിന് സീറ്റ് കിട്ടി. അവിടെ ടൈറ്റ് നേമ സെറ്റായി, ചേച്ചി സെറ്റായി. അപ്പൊ ഇങ്ങനെ മുടി വെച്ചിട്ട് അവിടെ പോയി ബാച്ചിലേഴ്സ് എപ്പോൾ വരും? കുറച്ച് ഞാൻ എൻ്റെ വീഡിയോസ് എടുത്തോളട്ടെ. ഇതിവിടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ചായ ഒക്കെ ഇട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതവിടെ കെറ്റിലുണ്ട്. നമുക്കിവിടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് വിശാലമായിട്ട് ഇരുന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുടിക്കാനുള്ള നല്ല ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞങ്ങളൊരു ചായ ഉണ്ടാക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ്. പക്ഷെ ചായയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം. നമ്മളുടെ റൂമിലല്ല, നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുടിക്കാനുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു അടിപൊളി സെറ്റപ്പ് ഉണ്ട് ഇവിടെ. താങ്ക് യു. പറഞ്ഞ വല്ല എഞ്ചിനീയറിംഗ് എന്തെങ്കിലും ആണെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിൻ്റെ അങ്ങനെ അതും ചിലപ്പോൾ ടൈം നോക്കടി. പ്രൈവറ്റ് പൂൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഓരോരോ മണിക്കൂർ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ
ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവരിത് ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് ഒരു ഫാമിലി ഇപ്പോൾ ഇറങ്ങിയുള്ളൂ, അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിറങ്ങും. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് ഗൈസ്. നമ്മളങ്ങനെ പൂളിലെത്തി. ഇതാണ് ഇൻഫിനിറ്റി പൂളാണ്. അടിപൊളി സെറ്റ്. രണ്ടാളും ഇറങ്ങുന്നില്ല, ജലദോഷം പനിയുള്ളവരൊന്നും ഇറങ്ങുന്നില്ല. ബട്ട് ഞാനും ജിസ്മയും ഇറങ്ങുന്നതായിരിക്കും. വി ആർ സോ എക്സൈറ്റഡ്. നൈറ്റ് വ്യൂ ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളി. കൊറേ കാലായില്ലേ വെള്ളം കണ്ടിട്ട്. തണവണ്ടാ കുരിശൊക്കെ വിരിച്ചിട്ട് ഇറങ്ങണൊക്കെ ചൂടുവെള്ള എന്തടി രണ്ടാളും അവിടെ പോയി നിന്നേ അറ്റത്ത്. ഞാനിങ്ങനെ ഇടിവെട്ടടി പോയാലും നമുക്ക് പേടിയാടി, ഇടിവെട്ടിക്ക് പേടിയാ. സീതം കുറച്ച് വൈകി ഉറങ്ങിയ കാരണം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുഡൊക്കെ ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കിടന്നത്. പിറ്റേ ദിവസം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ.